സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ആരംഭിച്ച പഠനം സഹസ്രാബ്ദ വാഴ്ച എന്ന വിഷയമാണ്. അതിന്റെ പ്രാഥമികമായ ചില ഇൻട്രഡക്ഷൻ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറയുകയുണ്ടായി. പ്രധാനമായ ചില കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനമായ ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഇന്നും ചില അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെതാണ്. അവൻ ഇതിന്റെ രാജാവാണ്. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. എന്നാൽ കഴിഞ്ഞ നിത്യതയിൽ നടന്ന ഒരു സംഭവം നമുക്കറിയാം. പിശാച് സൃഷ്ടാവായ ദൈവത്തോട് മത്സരിച്ചതായിട്ട് നാം കാണും. അവൻ മത്സരിച്ചു. അവനെ ദൈവത്തിന്റെ സിംഹാസനത്തിന് തുല്യമായി, അതിന് സമാനമായി ഇരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അവൻ മത്സരിച്ചതായിട്ട് കാണും. അതിന്റെ ഫലമായിട്ട് അവൻ വീണുപോയി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ ദൈവത്തിന്റെ അതിവിശുദ്ധ സ്വർഗീയമായ അതിവിശുദ്ധ സ്ഥലത്ത് നിന്നും അവൻ തള്ളപ്പെട്ടു. അവൻ ദൈവത്തിന്റെ സിംഹാസനത്തെ മറയ്ക്കുന്ന കെരൂബായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നവരത്നങ്ങളാൽ മണ്ണുകൊണ്ടല്ല, നവരത്നങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ നിഗളിച്ചതിന്റെ ഫലമായിട്ട് അവൻ താഴ്ചയിലേക്ക് വന്നു. അവൻ വീണുപോയി എന്ന് കാണുവാൻ കഴിയുന്നു. വീണുപോയിട്ടും അവന്റെ മത്സരത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല. അവൻ മത്സരിച്ചു. നമുക്കറിയാം, ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിൽ അതിന്റെ ഉത്തരവാദിത്തം ഭൂമി മുഴുവനും ഭരിക്കുവാൻ അവനെയും രാജാവായിട്ട്, അവന്റെ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് അവനെ ഭരിക്കുവാനായിട്ട്, ഈ ഭൂമിയെ ഭരിക്കുവാൻ ആദാമിനെ ഏൽപ്പിച്ചു. അതിന് പറയുന്നത് തിയോക്രാറ്റിക് കിങ്ഡം. തിയോക്രാറ്റിക് കിങ്ഡം പറഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യമാണ്. അത് പ്രതിനിധികൾ അഥവാ ദൈവം നിയോഗിക്കപ്പെടുന്നവരാൽ ഭരിക്കപ്പെടേണ്ട രാജ്യമാണ്. അപ്പോൾ തിയോക്രാറ്റിക് കിങ്ഡത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ആദാം. ആദാം രാജാവിനെ പോലെയാണ് ഇരുന്നത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. അവൻ തന്റെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടു. പിശാചിനെ കീഴടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അന്നു മുതൽ നാം മനസ്സിലാക്കുന്ന പോലെ പിശാച് ഈ ഭൂമിയെ അധീനമാക്കി ഈ ഭൂമി തൻ്റെതാണ് എന്ന് താൻ അവകാശപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഈ ഭൂമി തൻ്റെതല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. അതെ, ഈ മത്സരിച്ച ഈ ഭൂമിയെ ദൈവം തന്റെ രാജ്യത്തോട് വീണ്ടും ചേർക്കേണ്ടത് ആവശ്യമാണ്. അതാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന അതാണ്. ദൈവമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള പ്രാർത്ഥനയുടെ സാരം അതാണ്. ഇന്ന് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി നടക്കുന്നില്ല. എന്നാൽ സാത്താൻ അവൻ മത്സരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം ദൈവം ഈ ഭൂമിയും അതിലുള്ളതെല്ലാം തന്റെ രാജ്യത്തോട് ചേർക്കും. സാത്താനെ, അവന്റെ കൂട്ടരെ അവൻ ബന്ധിച്ച് 1000 ആണ്ടേക്ക് അവൻ ബന്ധിച്ചിടുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 1000 ആണ്ട് ദൈവം ഈ ഭൂമിയിൽ വാഴുവാൻ പോവുകയാണ്. അന്ന് അവന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകുവാൻ പോവുകയാണ്. അതാണ്. ഇന്ന് അതുപോലെയല്ല. അവന്റെ ഇഷ്ടമല്ല ഭൂമിയിൽ നടക്കുന്നത്. ഇന്ന് നടക്കുന്ന ഭൂമിയിലെ എല്ലാ അന്യായങ്ങളും ഈ എല്ലാ അഴിമതികൾക്കും കാരണം പിശാചിന്റെ അധീനതയിലായതുകൊണ്ടാണ്. പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഇത്ര സ്നേഹവാനായ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ദാരിദ്ര്യമുള്ളത്? എന്തുകൊണ്ടാണ് പാവപ്പെട്ടവരുണ്ടായി? എന്തുകൊണ്ടാണ് യുദ്ധം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഈ അന്യായങ്ങളൊക്കെ ഈ ഭൂമിയിൽ നടക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനുള്ള മറുപടി ഇത് മാത്രമാണ്. ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല. അവന്റെ ഇഷ്ടം പോലെ നടക്കുവാൻ ഇനിയൊരു കാലമുണ്ട്. അന്ന് തന്റെ ഇഷ്ടം പോലെ സ്വർഗത്തിലെ തന്റെ എങ്ങനെയാണോ തന്റെ ഇഷ്ടം, അതുപോലെ തന്നെ ഭൂമിയിലും ആകുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് സാത്താന് അധീനതയിലായതുകൊണ്ടാണ് ഇന്ന് കാണുന്ന എല്ലാ കാരണങ്ങൾക്കും കാരണം, ഇന്നത്തെ എല്ലാ കറപ്ഷൻസിനും കാരണം ഇന്ന് ഭൂമി സാത്താന്റെ അധീനതയിലാണ്. ഒരു ദിവസം നമ്മുടെ കർത്താവ് വരും. അവൻ രാജാവായി വാഴും. ഈ സാത്താനെ അവന്റെ കൂട്ടരെയും ബന്ധിക്കുന്നതായിട്ട് നാം കാണുവാൻ കഴിയുന്നു. നാം പഠിച്ചാൽ കഴിഞ്ഞ് ഞാൻ ഒരു സൂചന നൽകിയുണ്ടായി കഴിഞ്ഞ ആഴ്ചയിൽ. ഈ 3-4 ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. വളരെ ലളിതമാണ്. ഞാൻ വിശദമായി പോകുന്നില്ല. എങ്കിലും ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നാം അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ പ്രത്യേകത എന്താണ്, എന്തുകൊണ്ടാണ് സഹസ്രാബ്ദ വാഴ്ച ആവശ്യമായിരിക്കുന്നത്. ചിലരുടെ വിചാരം സഹസ്രാബ്ദ വാഴ്ച ദൈവം സഭയ്ക്ക് നൽകിയ വാഗ്ദത്തമാണ്. സഭയ്ക്ക് നൽകിയ വാഗ്ദത്തമല്ല സഹസ്രാബ്ദ വാഴ്ച. സഹസ്രാബ്ദ വാഴ്ച ദൈവം ഇസ്രായേലിന് നൽകിയ വാഗ്ദത്തമാണ്.
അതുകൊണ്ട് അങ്ങനെയുള്ള പല സംശയങ്ങളും ദൂരീകരിക്കപ്പെടണമെങ്കിൽ നാം ചില അടിസ്ഥാന സത്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. അതിലെ ഒന്നാമത്തെ അടിസ്ഥാന സത്യം കഴിഞ്ഞ ആഴ്ചയിലൊന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നാം യുഗപരമായ കാര്യങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. 7 യുഗങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്ന് പറയുകയുണ്ടായി. ഞാൻ അതിനെക്കുറിച്ച് അല്പമായിട്ട് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, അല്പം കൂടി ഒന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്, ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ അതിന്റെ അടിസ്ഥാനം, അതിന്റെ വേര്, അത് കാണുവാൻ കഴിയുന്നത് അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം, ഈ കാണുന്ന നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം, ആ ദേശം നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവിടെ ആ ഒരു ദേശത്തെ വാഗ്ദത്തം ചെയ്ത് ദൈവത്തിന് അബ്രഹാമിന് നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. വലിയൊരു സ്ഥലമാണ് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത്. അതിനെക്കുറിച്ച് അല്പമായിട്ട്, ഇത് വളരെ വിശദമല്ല, അല്പമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുക. അതുകൂടാതെ ഈ ദേശം ഭരിക്കുവാൻ ഒരാൾ ആവശ്യമാണ്, രാജാവ് ആവശ്യമാണ്. അത് ദാവീദിനോടുള്ള ഉടമ്പടിയിൽ ദൈവം പറഞ്ഞു, ഈ ദേശം ഭരിക്കുവാൻ, നിന്റെ രാജ്യം ഭരിക്കുവാൻ നിനക്ക് നിന്റെ സിംഹാസനത്തിൽ നിന്റെ സന്തതിയിൽ നിന്നും ജനിച്ച ഒരുവൻ എപ്പോഴും ഉണ്ടായിരിക്കും. So there's a promise of a seed. സ്ത്രീയുടെ സന്തതി, ദാവീദിന്റെ സന്തതി രാജാവായിട്ട് ഭരിക്കുവാൻ പോവുകയാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ അല്പം കൂടി നമുക്ക് വിശദമായി മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ദാനിയേൽ പ്രവചനത്തിൽ ചില ദർശനങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. അതിലൊരു ദർശനമാണ് കൈതൊടാത്ത കല്ല് വന്ന് അത് വലിയ പർവ്വതമായി മാറി. ആ പർവ്വതം എന്ന് പറയുന്നത് സഹസ്രാബ്ദ വാഴ്ചയാണ്. കൈതൊടാത്ത കല്ല് വന്ന് അന്നുണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളെയും നശിപ്പിച്ചിട്ട് ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കും. തന്റെ രാജ്യം അഥവാ സഹസ്രാബ്ദ വാഴ്ച, അതിന് ഞാൻ പറഞ്ഞ പേര്, ഞാൻ കൊടുത്തിരിക്കുന്ന പേരാണ് സ്റ്റോൺ കിങ്ഡം. കൈതൊടാത്ത കല്ല് വന്ന് അത് സ്ഥാപിതമായി തീരും. അതിനെക്കുറിച്ച് അല്പം പറയേണ്ടത് ആവശ്യമാണ്. അതുകൂടാതെ ദൈവം സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവം ഇസ്രായേലിനോട് ചെയ്യുവാൻ പോകുന്ന ഒരു ഉടമ്പടിയാണ് പുതിയ നിയമം എന്ന ഉടമ്പടി. പുതിയ നിയമത്തിന്റെ ആ ഉടമ്പടി, ന്യൂ കവനന്റ്, അവൻ ഇസ്രായേലിനോട് ചെയ്യും. അത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനോട് ദൈവം വാഗ്ദത്തം ചെയ്തതാണ് പുതിയ നിയമം. പിന്നെ എങ്ങനെയാണ് നമുക്ക് അത് ബാധകമാകുന്നത് ചോദ്യം. നമ്മളോട് ദൈവം നിയമം ഒന്നും ചെയ്തിട്ടില്ല. നാം നിയമങ്ങൾക്ക്, നിയമത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് അന്യരാണ്. എഫേസ്യ ലേഖനം 5-2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാരംഭമായിട്ട് ഈ അടിസ്ഥാന ഉപദേശങ്ങളോടുള്ള ബന്ധത്തിൽ ഒന്ന് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം, അതിന് പിന്നീട് വിശദീകരിക്കാം. മത്തായി സുവിശേഷം 21-ാം അധ്യായം 42 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ മഹാപർവ്വതമായ തീർന്ന ആ കല്ലിനെ കുറിച്ചാണ് പറയുന്നത്. കൈതൊടാത്ത കല്ല്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്, ആ കല്ലിനെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതാണ് സഹസ്രാബ്ദ വാഴ്ച. ഭൂമിയിൽ മുഴുവനും നിറയുന്ന ദൈവത്തിന്റെ ആ രാജ്യമാണ് അവിടെ കാണുന്നത്. നമ്മൾ 42 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അതാരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. അടുത്ത ഭാഗം വായിക്കാം. അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്ന് അറിഞ്ഞ് അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. എന്നാൽ മതി, അവിടെ നമുക്ക് കാണുവാനിരിക്കുന്ന കല്ലിനെ കുറിച്ചാണ്. ദാനിയേൽ പ്രവചനത്തിലെ കല്ലിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് അവിടെ പറയുന്നത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്, അത് മൂലക്കല്ലായിരുന്നു. രണ്ടാമത് പറയുന്നത് ശ്രദ്ധിക്കുക, ഈ കല്ല് മേൽ തട്ടുന്നവനല്ല, അതാ അതിൽ ഇടറുന്നവനെല്ലാം വീണ് അവൻ തകർന്നു പോകും. he will be broken down. അതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഈ കല്ലിന്മേൽ തട്ടുന്നവനെല്ലാം ഇടറി വീണുപോകും എന്ന് മാത്രമല്ല, ഈ കല്ല് ആരുടെ മേൽ വീഴുന്നോ, 44-ാം വാക്യം, shall fall on this stone shall be broken. അത് ആ കല്ലെ തട്ടി വീണാൽ അവൻ തകർന്നു പോകും എന്ന് മാത്രമല്ല,
ആ കല്ല് ആരുടെ മേൽ വീഴുന്നോ അത് അവനെ ധൂളിയാക്കി കളയും. ഇറ്റ് വിൽ ഗ്രൈൻഡ് ഹിം ഇൻടു പൗഡർ. പൗഡർ ആയിട്ട് മാറ്റും. അതാണ്. അപ്പൊ 3 കാര്യങ്ങൾ അവിടെ ശ്രദ്ധേയമാണ്. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് നോക്കാം. എന്നാൽ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഡിസ്പെൻസേഷണലിസം എന്ന് പറയുന്ന ഈ ആശയത്തെ കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം എന്ന് മാത്രമല്ല, ദാവീദിനോട് ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തം അത് രാജാവിനെ കുറിച്ചാണ്. അബ്രഹാമിനോട് ചെയ്തത് ദേശത്തെ കുറിച്ചാണ്. പിന്നീട് നമുക്ക് ദാനിയേൽ പ്രവചനത്തിൽ ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് അഥവാ സഹസ്രാബ്ദ രാജ്യത്തെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ നോക്കാം. അവസാനമായിട്ട് ചില കാര്യങ്ങൾ മാത്രം, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയ നിയമവും സഭയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും അല്പമായിട്ട് മാത്രം, ഇതൊന്നും വിശദമായി പഠിക്കേണ്ട കാര്യമാണെങ്കിലും നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ അത്യാവശ്യമായ ചില കാര്യങ്ങൾ മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനോടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ, എഫേസ്യ ലേഖനം 2-ാം അധ്യായം നമ്മെ കുറിച്ച് നമുക്ക് അറിയാവുന്ന വാക്യമാണ്. ഞാൻ 12-ാം വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. മുൻപ് നാം ആരായിരുന്നു എന്നോ, ഞാൻ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. നാം രക്ഷിക്കപ്പെടുമ്പോൾ ജാതികളായ നാം ആരായിരുന്നു എന്ന് പറയാം. അവിടെ പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു. നമുക്ക് ദൈവം ജാതികളോട് ഒരു ഉടമ്പടിയും ചെയ്തിട്ടില്ല. എല്ലാ ഉടമ്പടിയും ഇസ്രായേലിനോടാണ് ചെയ്തത്. ആ സത്യത്തെ മനസ്സിലാക്കുക. ഇൻക്ലൂഡിങ് ദ ന്യൂ കവനന്റ്. അത് ഇസ്രായേലിനോട് ചെയ്യുവാൻ പോകുന്ന, ഭാവിയിൽ ചെയ്യുവാൻ പോകുന്ന ഉടമ്പടിയാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അത് നമുക്ക് ബാധകമാകുന്നത് എങ്ങനെ എന്ന ചോദ്യം പിന്നീട് നമുക്ക് ചിന്തിക്കാം. അതെങ്ങനെയാണ് നമ്മെ ബാധിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കാര്യം നാം പുതിയ നിയമവിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി ആദ്യമായിട്ട് ഈ വിഷയത്തിൽ പഠിക്കുവാൻ പോകേണ്ട അതിപ്രധാനമായ കാര്യം ഞാൻ അല്പം മാത്രം, ചില 4-5 മിനിറ്റ് കൊണ്ട് മാത്രം പറഞ്ഞു തീർക്കാം. 7 ഡിസ്പെൻസേഷൻ, 7 യുഗപരമായ പഠനമാണ്. ഇത് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഷയം പഠിക്കണമെങ്കിൽ ഇത് അടിസ്ഥാനപ്പെടുത്ത വിഷയമാണ്. ഇത് നാം എല്ലാ വിശ്വാസികളും മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടതാണ്. ഈ അടുത്ത കാലങ്ങളിൽ ഗോസ്പൽ ലിറ്ററേച്ചർ സർവീസ് GLS ബോംബെയിൽ അവരെ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ച് വായിക്കുന്നത് നന്നായിരിക്കും. ഡിസ്പെൻസേഷണലിസം എന്ന് പറയുന്ന പുസ്തകമാണ്. വളരെ മനോഹരമായി എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. US ആയിരിക്കുന്ന സഹോദരൻ തമ്പി മട്ടയ്ക്കൽ എഴുതിയ ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ, ഈ വിഷയത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ അത് പഠിക്കുന്നത് നന്നായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ 7 യുഗങ്ങളുണ്ട്. എന്താണ് യുഗങ്ങൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം? അത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എങ്കിലും ഒരു വാക്ക് ഇതിവിടെ പറയുന്നത്, എ ഡിസ്പെൻസേഷൻ ഈസ് എ പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക ഒരു കാലഘട്ടം. ദൈവം മനുഷ്യനെ പരീക്ഷിക്കുന്ന ഒരു കാലമാണ്. ഡ്യൂറിങ് വിച്ച് മാൻ ഈസ് ടെസ്റ്റഡ്. മനുഷ്യനെ പരീക്ഷിക്കുവാൻ ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം. ദൈവം തന്റെ ആലോചന മനുഷ്യനോട് അറിയിക്കും. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം, ഈ ആലോചന, എന്റെ ഹിതം ഇതാണ് എന്ന് ദൈവം മനുഷ്യന് വെളിപ്പെടുത്തും. എന്നാൽ മനുഷ്യൻ അവൻ ദൈവത്തെ അനുസരിക്കാതെ അവൻ അനുസരണക്കേട് ഉള്ളവനായിട്ട് ദൈവകൽപ്പന അനുസരിക്കാത്തവനായി തീരും. അങ്ങനെ തീരുമ്പോൾ ദൈവം അവനെ ന്യായം വിധിക്കുന്ന സന്ദർഭമുണ്ട്. ആ ഒരു പ്രത്യേക കാലഘട്ടത്തെയാണ് ഡിസ്പെൻസേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക കാലഘട്ടം. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഇന്നസെൻസ് എന്ന് പറഞ്ഞ ഇതാണ് 7 ഡിസ്പെൻസേഷൻ. ഇതിനെക്കുറിച്ച് ഞാൻ അത് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതില് അവസാനത്തെ യുഗപരമായ അവസാനത്തേതാണ് സഹസ്രാബ്ദ വാഴ്ച. സഹസ്രാബ്ദ വാഴ്ചയും ഈ യുഗപരമായ വിഭജനത്തിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വിഷയം എടുക്കുന്നത്. അതിൽ ഒരു ചിത്രം മാത്രം നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ആദ്യത്തെ യുഗപരമായ ആദ്യത്തെ വിഭജനം നിഷ്പാപ യുഗം. പാപമില്ലാതെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് പാപം ചെയ്ത് പാപത്തിൽ വീഴുന്ന ആ കാലഘട്ടത്തിലുള്ള വരെയുള്ള ആ കാലഘട്ടത്തെയാണ് നിഷ്പാപ യുഗം എന്ന് പറയുന്നത്.
അതിനുശേഷം മനുഷ്യനെ ദൈവം ന്യായം വിധിച്ചത് അവന്റെ മനസ്സാക്ഷി അനുസരിച്ചാണ്. മനസ്സാക്ഷി കുറ്റം വിധിക്കും, ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. മനസ്സാക്ഷിയുടെ അടിസ്ഥാനത്തിൽ ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്നു. അത് മനുഷ്യൻ ആദാം പാപം ചെയ്തതിന് ശേഷം, ജലപ്രളയത്തിന് ശേഷം, നോഹയോട് ദൈവം കൽപ്പിക്കുന്ന ജലപ്രളയത്തിന് ശേഷം അവിടം വരെയുള്ള കാലഘട്ടത്തിൽ അത് മനസ്സാക്ഷി യുഗമായിരുന്നു. മനുഷ്യന് മനസ്സാക്ഷിയാണ് അവനെ നിയന്ത്രിച്ചിരുന്നത്. ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് നിയന്ത്രിക്കുന്നത് മനസ്സാക്ഷിയാണ്. മൂന്നാമത്തെ യുഗമാണ് ഹ്യൂമൻ ഗവൺമെന്റ്. ദൈവം, നമുക്കറിയാം, ദൈവം ഒരു നിയമം ഏൽപ്പിച്ചു, ഒരു ഗവൺമെന്റിനെ ഏൽപ്പിച്ചു. അന്ന് ആൾക്കാർ അങ്ങോട്ട് പരസ്പരം കൊല്ലുക, ആർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം നിയമം വെച്ചു, അഥവാ ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യൻ കൊന്നാൽ അവന് മരണശിക്ഷ അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. അത് ഗവൺമെന്റൽ പരിപാടി, ദൈവത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ടില്ല. ദൈവം അത് ഏൽപ്പിച്ചത് നോഹയ്ക്കാണ്. നോഹയുടെ കാലം തൊട്ട് ആ ഗവൺമെന്റ്, ഹ്യൂമൻ ഗവൺമെന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചു. അത് കർത്താവിന്റെ വരവ് വരെ കാണും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ലോകത്തിലുള്ള എല്ലാ ഭരണകൂടങ്ങളും പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നോഹയോടാണ് അത് ആരംഭിച്ചത്, നിയമം ചെയ്തത്. എന്നാൽ ലോകത്തിലെ എല്ലാ ഭരണകൂടങ്ങളും പരാജയപ്പെട്ടു. അവസാനമായിട്ട് സഹസ്രാബ്ദ വാഴ്ച വരും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നമ്മുടെ കർത്താവ് രാജാവായി വരും. അവന്റെ രാജ്യത്വം പോലും മനോഹരമായ ഒരു രാജ്യത്വം ഉണ്ടാകുകയില്ല. സർവ്വലോക രാജ്യങ്ങളും പരാജയപ്പെടുമ്പോൾ അവന്റെ രാജ്യം വളരെ വിജയകരമായിരിക്കും എന്നുള്ളത് സംശയമില്ല. അപ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ രാജ്യങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു, അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അവനോട് വാഗ്ദത്തങ്ങൾ ചെയ്തു. അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനമായതാണ് ഈ ദേശം നിനക്ക് നൽകും എന്നുള്ള വാഗ്ദത്തം. അതാണ് ദ ഡിസ്പെൻസേഷൻ ഓഫ് പ്രോമിസ് എന്ന് പറയുന്നത്. അതിനുശേഷം ദൈവം മോശയോട് കൽപ്പിച്ചു. അവരെ സിനായ് പർവ്വതത്തിൽ ദൈവം അവർക്ക് 10 കൽപ്പന കൊടുത്തു. ദൈവം അവിടെ ഒരു ഉടമ്പടി ചെയ്തു. അതാണ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് ആ കാലഘട്ടത്തിൽ കർത്താവ് വന്നപ്പോൾ ഈ ഭൂമിയിൽ ഡിസ്പെൻസേഷൻ ഓഫ് ലോ ആയിരുന്നു, അഥവാ നിയമം മോശയുടെ നിയമപ്രകാരമാണ് പോയത്. എന്നാൽ ഇസ്രായേൽ മക്കൾ അത് പരാജയപ്പെട്ടു. അവൻ രാജ്യം സ്ഥാപിക്കുവാനാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. നമുക്കറിയാം, 70 ആഴ്ചവട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ രാജാവായിട്ട് രാജ്യം സ്ഥാപിക്കുവാൻ വന്നു. 69 ആഴ്ചവട്ടം കഴിഞ്ഞു. അവൻ രാജ്യം സ്ഥാപിക്കുവാൻ തുടങ്ങി. അവര് പറഞ്ഞു, ഈ രാജാവിനെ ഞങ്ങൾക്ക് വേണ്ട, അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ആ രാജ്യത്വം സ്ഥാപിക്കാതെ അവന്റെ ഈ മില്ലിനിയൽ കിങ്ഡം, അതായത് ഈ മില്ലിനിയൽ കിങ്ഡം എന്ന് പറയുന്ന സഹസ്രാബ്ദ വാഴ്ച സ്ഥാപിക്കുവാൻ വന്നതാണ് കർത്താവ്. കർത്താവിന്റെ പ്രസംഗങ്ങളിലെല്ലാം അതാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുവാൻ മാനസാന്തരപ്പെടുവീൻ. യോഹന്നാനും കർത്താവും പ്രസംഗിച്ച പ്രസംഗം അതാണ്. ദൈവരാജ്യം സമീപിച്ചിരുന്നു എന്നവരോട് പറഞ്ഞിട്ടും അവർക്ക് രാജാവിനെ മനസ്സിലായില്ല. അവർക്ക് ദൈവരാജ്യവും അവർ തള്ളിക്കളഞ്ഞു. രാജാവിനെ ക്രൂശിച്ചതായിട്ട് കാണും. അപ്പോൾ രാജാവിനെ ക്രൂശിച്ചപ്പോൾ ദൈവം ഒരു പുതിയ കാര്യപരിപാടി ആരംഭിച്ചു. ആ കാര്യപരിപാടിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഗ്രേസ്, ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, അഥവാ കൃപായുഗം. നാം ആയിരിക്കുന്നത് ഈ കൃപായുഗത്തിലാണ്. എന്നാൽ ഈ കൃപായുഗം ഒരിക്കൽ അവസാനിക്കും. കൃപായുഗം അവസാനിച്ചതിന് ശേഷം വീണ്ടും മോശയുടെ ആ ന്യായപ്രമാണ യുഗത്തിലേക്ക് നാം കടക്കും. ഒരു 7 വർഷത്തേക്ക്. അതേ കളർ എന്നൊക്കെ കാണിക്കാൻ കളർ, അതുകൊണ്ടാണ് സെയിം കളറ്. ഈ കൃപായുഗം അവസാനിക്കുമ്പോൾ 7 വർഷത്തിന്റെ പീഡനകാലം ഉണ്ടാകുമെന്ന് നാം അറിയുന്നത് അത് ന്യായപ്രമാണ യുഗത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആ യുഗം അവസാനിക്കുമ്പോൾ അതിന്റെ അന്ത്യത്തിൽ നമ്മുടെ കർത്താവ് വീണ്ടും വരും. അവൻ മഹത്വ സമ്പൂർണനായിട്ട് വീണ്ടും വരും. അവൻ വരുന്നു എന്ന് മാത്രമല്ല, അവൻ ഈ ലോകത്തിൽ തന്റെ രാജ്യം സ്ഥാപിക്കും. 1000 ആണ്ട് അവൻ രാജ്യം സ്ഥാപിക്കും. ഈ 7 ഡിസ്പെൻസേഷനെ കുറിച്ച് പഠിക്കുന്നത് വളരെ ആവശ്യമാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് മനസ്സിലാക്കണം. ഇതാണ് 7ാമത്തെ ഡിസ്പെൻസേഷനാണ് ഈ പറയുന്ന സഹസ്രാബ്ദ വാഴ്ച. നമുക്ക് അല്പമായിട്ട് എന്താണ് യുഗപരമായ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. യുഗപരമായ പഠനം നമുക്ക് വേണമെങ്കിൽ 4 അതിന്റെ പ്രത്യേകതകളുണ്ട്. ഒന്ന്,
സമയമുണ്ട്. ദൈവം ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ പരീക്ഷിക്കുന്നതാണ്. 2, ദൈവം അവനൊരു കൽപ്പന കൊടുത്തിട്ടുണ്ട്. ഗോഡ് വിൽ, അവന്റെ കൽപ്പന, അവന്റെ ഹിതം എന്താണെന്ന് മനുഷ്യനെ വെളിപ്പെടുത്തും. എന്നാൽ ആ ഹിതം മനുഷ്യൻ ചെയ്യണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ യുഗങ്ങളിലെല്ലാം മനുഷ്യൻ അത് ചെയ്യുവാൻ പരാജയപ്പെട്ടു. ഫെയിലിയർ ഓഫ് മാൻ. പരാജയപ്പെടുമ്പോൾ ദൈവം തന്നെ ന്യായവിധി അയക്കുന്നു. ഇതാണ് യുഗപരമായ പഠനത്തിന്റെ 4 പ്രത്യേകതകൾ. ഇത് മനസ്സിലാക്കിയ വളരെ ഈസിയാണ് ഇത് മനസ്സിലാക്കാൻ. ഒരു സമയമുണ്ട്, ദൈവം തന്റെ ഹിതം എന്താണെന്ന് വെളിപ്പെടുത്തുന്നു, മനുഷ്യൻ ആ ഹിതം ചെയ്യുവാൻ പരാജയപ്പെടുന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി വരുന്നു. അങ്ങനെ ആ യുഗം അവസാനിക്കുന്നു, പുതിയൊരു യുഗം ആരംഭിക്കുന്നു. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് 1-2 ഉദാഹരണങ്ങൾ മാത്രമേ. ഒന്നാമത്തെ, ആദ്യത്തെ യുഗം, ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിന്റെ വീഴ്ച വരെയുള്ള ആ കാലഘട്ടത്തെയാണ് ആദ്യത്തെ യുഗമായിട്ട്, നിഷ്പാപ യുഗം, പാപമില്ലാത്ത അവസ്ഥയിലാണ്. ദൈവം ആദാമിനും ഹവ്വായ്ക്കും പ്രത്യേക കൽപ്പന കൊടുത്തിരുന്നു. തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. അത് ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അവർ സാത്താന്റെ പിടിയിൽ അകപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. അവർ കഴിക്കരുത് എന്ന് പറയുന്ന ആ വൃക്ഷത്തിന്റെ ഫലം അവർ കഴിച്ചു. ഡിസൊബീഡിയൻസ് ആയി. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി വന്നു. എന്താണ് ന്യായവിധി? തോട്ടത്തിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടു. ശ്രദ്ധിക്കുക, ആ 4 പ്രത്യേക ഘട്ടം. സമയമുണ്ട്, ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തി, എന്നാൽ മനുഷ്യൻ പരാജയപ്പെട്ടു, ഒടുവിൽ ദൈവത്തിന്റെ ന്യായവിധി വരുന്നു. ഈ എല്ലാ യുഗങ്ങളിലും ഈ 4 കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പൊ ആദ്യത്തെ യുഗത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, തോട്ടത്തിൽ നിന്നും ആദാമും ഹവ്വായും പുറത്താക്കപ്പെട്ടു, ദൈവത്തിന്റെ ശിക്ഷാവിധികൾ. പിന്നെ അടുത്ത യുഗം ആരംഭിച്ചു. എന്താണ് അടുത്തത് ദൈവം ആരംഭിച്ചത്? മനസ്സാക്ഷി. മനസ്സാക്ഷി അനുസരിച്ച് മനുഷ്യൻ ജീവിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംവാദിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവർ അതൊന്നും അനുസരിച്ചതായിട്ട് കാണുന്നില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. 6ാമത്തെ നോക്കാം, മറ്റുള്ളത് നിങ്ങൾ പഠിക്കാവുന്നതാണ്. 6ാമത്തെ യുഗത്തിൽ എന്താണ്? അത് കൃപായുഗമാണ്. കൃപായുഗം ആരംഭിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം, അഥവാ പെന്തിക്കോസ്ത് നാൾ മുതൽ കർത്താവിന്റെ സഭയുടെ ഉൾപ്രാവണം വരെയുള്ള കാലഘട്ടത്തെയാണ് കൃപായുഗം എന്ന് പറയുന്നത്. പെന്തിക്കോസ്ത് നാൾ മുതൽ, സഭ ആരംഭിച്ച നാൾ മുതൽ കർത്താവിന്റെ വീണ്ടും വരവ്, സഭയ്ക്ക് വേണ്ടി വരുന്ന ആ ദിവസം വരെയുള്ള കാലഘട്ടത്തെയാണ് കൃപായുഗം എന്ന് പറയുന്നത്. ദൈവം രക്ഷദാനമായി എല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. ആർക്ക് വിശ്വസിക്കുന്നവർക്ക് രക്ഷപ്രാപിക്കാൻ ദൈവം അത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ്. എല്ലാവരും, ഈ ലോകത്തിൽ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ കൽപ്പിക്കുന്നു. അത് അവന്റെ കൽപ്പനയാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം, നമുക്കറിയാം ഇന്നത്തെ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ഈ കൽപ്പന അനുസരിക്കുവാൻ തയ്യാറല്ല. അവർ സുവിശേഷം കേൾക്കുന്നുണ്ടെങ്കിലും അത് അനുസരിക്കുവാനും അംഗീകരിക്കുവാൻ സന്നദ്ധതയില്ലാത്ത മനുഷ്യൻ കഴിയുന്നു. മനുഷ്യന്റെ മനസ്സിനെ സാത്താൻ കുരുടാക്കി കളഞ്ഞു. അതാണ് സംഭവം നടന്നത്. അതുകൊണ്ട് എന്താണ് അവസാനം? അതിന്റെ അവസാനത്തിൽ ദൈവത്തിന്റെ മഹാകോപം വരുന്നു. ഗോഡ്സ് wrath will come. ഇതിന്റെ അവസാനത്തിൽ, കൃപായുഗത്തിന്റെ അവസാനത്തിൽ ദൈവത്തിന്റെ ഭയങ്കരമായ ന്യായവിധി വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുഞ്ഞാടിന്റെ ന്യായവിധി. കുഞ്ഞാടിന്റെ ന്യായവിധിയിൽ നിന്നും അവന്റെ കോപത്തിൽ നിന്നും ആർ ഞങ്ങളെ രക്ഷിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നിലവിളിക്കുന്ന മനുഷ്യനെ അവസാനം കാണുവാൻ കഴിയും, ദൈവത്തിന്റെ ന്യായവിധി കാണുവാൻ കഴിയും. ഈ 4 കാര്യങ്ങൾ ഇവിടെയും കാണുന്നു. മനുഷ്യൻ പരാജയപ്പെട്ടു. ബഹുഭൂരിപക്ഷം ഈ കൃപായുഗത്തിൽ കർത്താവിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ കൃപായുഗം മാറി അടുത്ത യുഗം, അതാണ് കൃപായുഗത്തിന്റെ ശേഷം ദൈവത്തിന്റെ ന്യായവിധി വരുന്നുണ്ട്, പീഡനകാലം. അതിനുശേഷം ആരംഭിക്കുന്നതാണ് സഹസ്രാബ്ദ വാഴ്ച, 7ാമത്തെ യുഗം. ആ 7ാമത്തെ യുഗം കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത മുതൽ സാത്താനെ ഒടുവിൽ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ഇടുന്ന സമയം വരെ, ഈ കാലഘട്ടം വരെയുള്ള 1000 ആണ്ട് വാഴ്ച എന്ന് കാണുവാൻ കഴിയും. ഈ 1000 ആണ്ട് ദൈവം മനുഷ്യനെ പരീക്ഷിക്കുകയാണ്. മഹത്വ പ്രത്യക്ഷത മുതൽ സാത്താനെ തീപ്പൊയ്കയിൽ, ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ഇടുന്നത് വരെ. അതിനു മുൻപ് സാത്താനെ ബന്ധിക്കും.
അവനെ ബന്ധിച്ചിട്ട് അഗാധ കൂപത്തിലിടുകയാണ്. അത് തീപ്പൊയ്കയല്ല, അന്തിമമായ നരകമല്ല. അവനെ ബന്ധിച്ചൊരു ജയിലിൽ ഇടുന്ന പോലെ അറസ്റ്റ് ചെയ്ത് അവനെ ജയിലിലാക്കിയിരിക്കുകയാണ്. ഈ 1000 ആണ്ടിൽ, സാത്താൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന 1000 ആണ്ടിൽ, അഗാധ കൂപത്തിലായിരിക്കുന്ന 1000 ആണ്ട് കർത്താവ് ഭൂമിയിൽ വാഴും. സാത്താന്റെ യാതൊരു ഇൻഫ്ലുവൻസും ആർക്കും ഉണ്ടാകില്ല. സാത്താന്റേതല്ല ഒരു ദുഷ്ടശക്തികളുടെയും ഇൻഫ്ലുവൻസ് ഉണ്ടാകുകയില്ല. കർത്താവിന്റെ അധീനതയിൽ ദൈവം രാജാതി രാജാവായി വാഴുവാൻ പോവുകയാണ്. അവൻ സർവ്വ മനുഷ്യരുടെ നന്മയ്ക്കായി വ്യാപരിക്കുന്നവനായി അവരുടെ നന്മകൾ. അന്നത്തെ പാർലമെന്റ്, നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം. അന്ന് പാർലമെന്റ് ജെറുസലേമിലായിരിക്കും. ഇന്ന് നമുക്കറിയാം ഹിമാലയ പർവ്വതമാണ് ഏറ്റവും വലിയ പർവ്വതം. അന്നത്തെ വലിയ പർവ്വതം യെരുശലേമിലായിരിക്കും, ഉന്നതമായ പർവ്വതമായിരിക്കും. അവിടെ ആയിരിക്കും വേൾഡ് പാർലമെന്റ്, ലോകത്തിലെ പാർലമെന്റ് അവിടെ ആയിരിക്കും. അവിടെ നിന്നാണ് കൽപ്പനകൾ പുറപ്പെടുന്നത്. അവിടെ നിന്നാണ് ലെജിസ്ലേഷൻ, നിയമങ്ങൾ അംഗീകരിക്കപ്പെടുന്ന, ബില്ലുകളൊക്കെ പാസ്സാക്കുന്ന അവിടെ ആയിരിക്കും. നമ്മുടെ രാജാവ് രാജാതി രാജാവായി വാഴും. ആ രാജാവായി വാഴുന്ന കാഴ്ചയാണ് സഹസ്രാബ്ദ വാഴ്ച. അണ്ടർ എ ബെനവലന്റ് കിങ്, എല്ലാ നന്മകളും ചെയ്യുന്നവനായ ദൈവം. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഭൂമി ധാരാളമായി വിളവ് നൽകും. മൃഗങ്ങളുടെ ക്രൂരതയെല്ലാം മാറും. സിംഹം കാളെ പോലെ പുല്ല് തിന്നും. ആടുകളും വന്യമൃഗങ്ങളും മറ്റുള്ള വൂൾഫ് ആൻഡ് ഷീപ്പ്, they will dwell together. വളരെ വൈരാഗ്യമുള്ള എല്ലാ മൃഗങ്ങളും ഒന്നിച്ചിരിക്കും. കുഞ്ഞുങ്ങൾ സർപ്പത്തോട് ഒന്നിച്ച് അവർ കളിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അന്ന് കളിപ്പാട്ടമൊന്നും ആവശ്യമില്ല. കുഞ്ഞുങ്ങളെ കളിപ്പാട്ടം അവരുടെ പാമ്പുകളായിരിക്കും അവരുടെ കളിപ്പാട്ടം. ഇങ്ങനെ എല്ലാ നന്മകളും 1000 ആണ്ടിൽ അവരനുഭവിക്കും. മനുഷ്യന്റെ ആയുസ് വളരെയേറെ ദീർഘമായിരിക്കും. 600, 700, 800 വർഷം മനുഷ്യൻ ജീവിക്കും. എന്നാൽ അതിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാം. സാത്താനെ ദൈവം പരീക്ഷിക്കുകയാണ്, മനുഷ്യനെ പരീക്ഷിക്കുകയാണ്. എങ്ങനെ മനുഷ്യൻ അതിന് റിയാക്ട് ചെയ്യും? സാത്താനെ അല്പനേരത്തേക്ക് നിന്ന് അഴിച്ചു. ഈ അഴിച്ചു വിടുമ്പോൾ എന്താണ് സാത്താൻ ചെയ്യുന്നത്? ചുറ്റുമുള്ളവരെ 4 ഭാഗത്തു നിന്നും അവൻ കൂട്ടിക്കിടും. കടൽക്കരയിലെ മണൽ പോലെ തന്നോട് കൂടുവാനായിട്ട് ആവശ്യപ്പെടും. അനേകര് സാത്താന്റെ അധീനതയിലാകും. സാത്താൻ ഇവരുമായിട്ട് ഒന്നിച്ചു വന്ന് നമ്മുടെ കർത്താവിനോടെതിരെ യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും തീ ഇറക്കി ഇവരെ എല്ലാം നശിപ്പിച്ചു. ഇത് വായിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാരണം 1000 ആണ്ടിൽ എല്ലാ നന്മകളും അനുഭവിച്ചവരാണ്. ഏറ്റവും നല്ല ഒരു രാജാവിന്റെ അധീനതയിൽ ഇവര് ഭരണം നടത്തുകയാണ്, ആസ്വദിക്കുന്നവരാണ്. അവസാനം നന്ദിയില്ലാത്തവരായി മനുഷ്യന്റെ നന്ദികെട്ട മനസ്സിന്റെ ചിത്രമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. എത്ര ദുഃഖകരമായ കാര്യമാണ്. എല്ലാ നന്മകളും അനുഭവിച്ചിട്ട് മനുഷ്യൻ നന്ദിയില്ലാത്തവരായി തീരുന്ന സ്വഭാവമാണ് മനുഷ്യന്റെ. നമുക്കറിയാം ഇന്ന് ഇസ്രായേലിന്റെ യുദ്ധങ്ങൾ നടക്കാറുണ്ട്. എനിക്ക് എപ്പോഴും വളരെ സങ്കടം തോന്നുന്ന കാര്യം, ഇസ്രായേൽ എന്നൊരു ജാതി ഈ പ്രപഞ്ചത്തിന്, ഈ ലോകത്തിന് ചെയ്ത നന്മ പോലെ വേറെ ഒരു ജാതി ചെയ്തിട്ടില്ല. അവരുടെ കണ്ടുപിടുത്തങ്ങൾ, അവരുടെ ലോകത്തിന് നൽകിയ സംഭാവനകൾ, ഇന്ന് നാം അനുഭവിക്കുന്ന പല കാര്യങ്ങളും അവരുടെ സംഭാവനയാണ്. എന്നാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന ജാതി ആരാണ്? ഇസ്രായേലാണ്. ഇസ്രായേലിനെ എല്ലാവരും വെറുക്കുകയാണ്. അവരിൽ നിന്ന് എല്ലാ നന്മകളും ലഭിച്ചവരായിട്ടും ഏതാണ്ട് 215ഓളം നോബൽ പ്രൈസുകൾ വാങ്ങിയവരാണ് യഹൂദന്മാർ. നോബൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ലോകത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകുന്നവരാണെന്ന്. നമുക്കറിയാം കോവിഡ് വന്നപ്പോൾ ലോകമൊക്കെ വിരണ്ടുപോയി. എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു യഹൂദനാണ് കോവിഡിന്റെ വാക്സിൻ കണ്ടുപിടിച്ചത്. ഈ പ്രാവശ്യത്തെ നോബൽ പ്രൈസ്, മെഡിസിന്റെ നോബൽ പ്രൈസ് ഒരു യഹൂദനാണ് ലഭിച്ചത്. ഞാൻ പറഞ്ഞതിന്റെ സാരം ഇതാണ്, ഇത്ര എല്ലാ ലോകത്തിന് വളരെയേറെ നന്മകൾ ചെയ്ത ഈ യഹൂദനെ നിർമൂലമാക്കി കളയണം എന്നാണ് ലോകം പറയുന്നത്. എത്ര കഷ്ടമാണ് അല്ലെ? ഇത് തന്നെ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ് നമുക്ക് കാണുകയുള്ളത്. കർത്താവിൽ നിന്ന് എല്ലാ നന്മകളും അനുഭവിച്ചാൽ
1000 ആണ്ട് കഴിയുമ്പോൾ ഇവർ കർത്താവിനോട് എതിർക്കും. അപ്പോൾ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കും. അതാണ് മില്ലിനിയൽ കിങ്ഡം എന്നതിന്റെ സാരാംശം. ഇതാണ് ദൈവം വ്യക്തമായിട്ട് മനസ്സിലാക്കും. അഥവാ മനുഷ്യന്റെ മനസ്സ്, അവന്റെ ഉള്ളിൽ അവൻ എപ്പോഴും പാപ സ്വഭാവമുള്ളവനാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം നമുക്കറിയാം, കർത്താവ് പുതിയ ആകാശം പുതിയ ഭൂമിയും വരും. സഹസ്രാബ്ദ വാഴ്ച കഴിഞ്ഞ് നാം നിത്യതയിലേക്ക് പ്രവേശിക്കും. ആ നിത്യതയിൽ നാം എന്നും കർത്താവിനോട് കൂടി ആയിരിക്കും. അപ്പോൾ ഈ യുഗപരമായ പഠനം നമ്മെ മനസ്സിലാക്കുന്ന ഒരു സത്യം, എത്ര നന്മകൾ മനുഷ്യന് ലഭിച്ചാലും അവൻ നന്ദിയുള്ളവനല്ല, അവൻ ദുഷ്ട മനോഭാവമുള്ളവനാണ്, ദൈവത്തോട് അവൻ മത്സരിക്കുന്നവനാണ്. ദൈവം തന്റെ കരുണയാൽ തന്റെ കൃപയാൽ മാത്രമാണ് മനുഷ്യനെ രക്ഷിക്കുന്നതെന്ന സത്യം മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. അടുത്ത ഫണ്ടമെന്റൽ ആയിട്ട് ഈ സഹസ്രാബ്ദത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ നിങ്ങൾ പറയുകയാണ്. അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തമാണ്. സഹസ്രാബ്ദ വാഴ്ച പഠിക്കുവാൻ അതിപ്രധാനമായി പഠിക്കേണ്ട ഒന്നാണ് അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം. ദൈവം പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം, നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. വലിയൊരു ഭൂമി കാണിച്ചു. എത്ര ഭൂമിയാ ഇന്ന് അവർക്ക് കിട്ടിയത്? ചെറിയൊരു ഭൂമിയാണ്. അതിനു വേണ്ടിയാണ് അവരെല്ലാം മത്സരിക്കുന്നത്. ആ ഭൂമി തിരിച്ചു പിടിക്കുവാനാണ് അറബികൾ ശ്രമിക്കുന്നത്. എന്നാൽ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ചെറിയ ഭൂമിയല്ല, കേരളത്തിന്റെ സൈസ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഇസ്രയേൽ. എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്ത ഭൂമി മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 18-ാം വാക്യം വായിക്കുക. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ, മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദി വരെയുള്ള വലിയൊരു ദേശം ഞാൻ നിന്റെ സന്തതിക്ക് നൽകുമെന്ന് ദൈവമായി. ഇത്ര ഭൂമി ഒന്ന് നോക്കിക്കേ. ഇതാണ് റോയൽ ഗ്രാൻഡ്. ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. കറുത്ത പാട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അത് ദൈവം വാഗ്ദത്തം ചെയ്ത ഭൂമിയാണ്. അബ്രഹാമിന് എന്നാൽ ഇന്ന് അവർക്ക് അതൊന്നുമില്ല. വളരെ ചെറിയൊരു ഭൂമി മാത്രമേ അവർക്കുള്ളൂ. ഇത് ഒരിക്കലും അവരുടെ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇത്രയും ഭൂമി അവർക്ക് ഉണ്ടായിട്ടില്ല, അവരുടെ അധീനതയിൽ ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പടം കാണാം. ആ ഭൂമിയുടെ കന്യയാണ്. ആ മഞ്ഞ കാണുന്ന പടം, ആ മഞ്ഞ നിറത്തിലുള്ള കാണുന്നത്, അതാണ് കൂടുതൽ അവർ ഭരിച്ചത്. അത് പറയാൻ ശലോമോന്റെ കാലത്താണ് ഏറ്റവും അവരുടെ ഭൂമി വളരെ വിസ്താരമായി തീർന്നത്. എന്നാൽ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ആ ഭൂമി ഇസ്രയേലിന് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ഇനി എന്താ കിട്ടാൻ പോകുന്നത്? അതാണ് അത് കിട്ടുന്നത് സഹസ്രാബ്ദ വാഴ്ചയിൽ. ഇസ്രയേലിന് വിശാലമായ ദൈവം വാഗ്ദത്തം ചെയ്ത ആ ഭൂമി ഇസ്രയേൽ കൈവശമാക്കുവാൻ പോകുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. അതുകൊണ്ട് സഹസ്രാബ്ദ വാഴ്ച ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ദൈവം ഇസ്രയേലിനോട് ചെയ്ത വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമാണ് സഹസ്രാബ്ദ വാഴ്ച. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സഹസ്രാബ്ദ വാഴ്ച ദൈവം സഭയോട് വാഗ്ദത്തം ചെയ്തതല്ല. അവന്റെ വാഗ്ദത്തം, നിയമങ്ങളുടെ വാഗ്ദത്തം ഇസ്രയേലിനോട് ചെയ്തതാണ്. അത് സംഭവിക്കാൻ പോകുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. അപ്പോൾ അബ്രഹാമിനോട് ചെയ്ത ഭൂമിയുടെ ആ കാര്യം സംഭവിക്കുവാൻ പോകുന്നതാണ് മില്ലേനിയൽ കിങ്ഡം. അതുകൊണ്ട് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് ഉടമ്പടി, അതിപ്രധാനമായ ഉടമ്പടി ദാവീദിനോട് ചെയ്ത ഉടമ്പടിയാണ്. ദാവീദിനോട് ചെയ്ത ഉടമ്പടിയും സഹസ്രാബ്ദ വാഴ്ചയിൽ അത് പൂർത്തീകരിക്കും. അവനോട് എന്താണ് ചെയ്തത്? 2 ശമൂവേൽ 7-ാം അധ്യായം 12 മുതൽ 12-13 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നത്. ദാവീദിനോട് ചെയ്ത ഉടമ്പടി കേവലം ഭൂമി മാത്രമല്ല, അവനൊരു സന്തതിയെ വാഗ്ദത്തം ചെയ്തതായിട്ട് കാണുന്നു. വായിക്കാം നമുക്ക് 2 ശമൂവേൽ 7-ന്റെ 12-13 വാക്യങ്ങൾ. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും.
അവൻ കുറ്റം അത് മതി. ഇവിടെ പറഞ്ഞ ഞാൻ അവനെ അനുഗ്രഹിക്കും, അവൻ നിന്റെ രാജ്യത്തിൽ സ്ഥിരമായ ഒരു രാജ്യത്തെ സ്ഥാപിക്കും. അത് ദാവീദിന്റെ മകനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അബ്രഹാമിന്റെ മകൻ, ദാവീദിന്റെ മകൻ, ഇവരെ ഈ രണ്ട്, ഒന്ന് സ്ഥലത്തിന് അവകാശിയാണ്, രണ്ട് രാജ്യത്തിന് അവകാശികളാണ്. അപ്പോൾ ഈ രണ്ട് ഉടമ്പടികളും നാം വിശദമായിട്ട് പറയാം. ഇത് രണ്ടും സംഭവിക്കാൻ പോകുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ്. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് ചില രാജ്യത്തെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളോട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ പോലെ സ്റ്റോൺ കിങ്ഡം, കൈ തൊടാത്ത കല്ല്, നമുക്കറിയാം കാര്യം. സൈമൺ സാർ ഒരു കവിതയും മലയാളത്തിലെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, അഞ്ചാം രാജിതം ഉണ്ടാമേ പരം അഞ്ചാം രാജിതം ഉണ്ടാമേ. നിങ്ങൾ പലർക്കും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. അപ്പോൾ 5 രാജ്യങ്ങളാണ് ദൈവിക നിയോഗത്തിലുള്ളത്. ബാബിലോൺ മുതൽ 4 രാജ്യങ്ങളെ കുറിച്ച് നമുക്കറിയാം, അതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ബാബിലോൺ, പേർഷ്യ, ഗ്രീസ് അഥവാ അലക്സാണ്ടറിന്റെ രാജ്യം, ഒടുവിൽ റോമൻ രാജ്യം. എന്നാൽ ഈ റോമ സാമ്രാജ്യം ഭരിക്കുമ്പോഴാണ് കർത്താവ് ആദ്യമേ വന്നത്. രണ്ടാമതും താൻ വരുവാൻ പോകുന്ന റോമൻ സാമ്രാജ്യത്തിലാണ്, രാജ്യം സ്ഥാപിക്കുവാൻ വരികയാണ്, 5ാമത്തെ രാജ്യം സ്ഥാപിക്കുവാൻ. അവിടെ നാം കാണുന്നത്, നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ദാനിയേൽ പ്രവചനം 44-ാം അധ്യായം 2-ാം അധ്യായം 44-45 വാക്യം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്വനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്തു കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവും ആകുന്നു. വളരെ വ്യക്തമായി നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. കൈ തൊടാത്ത കല്ല് ഈ എല്ലാ 4 രാജ്യത്വങ്ങളെയും ധൂളിയാക്കി മാറ്റും എന്ന് മാത്രമല്ല, ആ കല്ല് വന്ന് അത് വലിയൊരു പർവ്വതമായി തീരും. അതാണ് സഹസ്രാബ്ദ വാഴ്ച. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് പറയുമ്പോൾ ഈ കല്ലിനെ കുറിച്ച് പറയാം. അതാണ് മെസ്സിയാനിക് കിങ്ഡം അഥവാ മശിഹയുടെ രാജ്യത്ത്. അതിനെ കുറിച്ച് 7-ാം അധ്യായത്തിലും ദൈവം ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പാട് കൊടുക്കുന്ന 7-ാം അധ്യായം നമുക്ക് വായിക്കാം. 9 മുതൽ 14 വരെയാണ് വായിക്കേണ്ടതെങ്കിലും നമുക്ക് ചില വാക്യങ്ങൾ മാത്രം വായിക്കാം. അവന്റെ രാജ്യത്തെ കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 7-ാം അധ്യായം വായിക്കാം. നമുക്ക് പ്രത്യേകിച്ച് 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 7-ാം അധ്യായം വായിക്കാം. ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലുള്ളവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ച് മുടിക്കും. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിൻ കീഴെല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അത്യുന്നതന്റെ വിശുദ്ധന്മാർക്ക് ലഭിക്കും. അപ്പോൾ അതിനു മുൻപ് അവർ മഹാപീഡനയിലൂടെ കടന്നു പോകേണ്ടി വരും. 10 രാജ്യങ്ങളുടെ അധിപതിയായ അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇസ്രായേൽ മക്കൾ മഹാപീഡനയിലൂടെ കടന്നുപോയിട്ട് അതിന്റെ അന്ത്യത്തിൽ 27-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അതിന്റെ അന്ത്യത്തിൽ ഈ രാജ്യത്വം ദൈവം തന്റെ ജനത്തിന് നൽകുന്നതായിട്ട് കാണുന്നു. 27-ാം വാക്യം വായിക്കാം. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിൻ കീഴെല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. ഇതാണ് സഹസ്രാബ്ദ വാഴ്ച. സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഇതാണ് സഹസ്രാബ്ദ വാഴ്ച. ദൈവം ഒരു വലിയ കല്ല് വരികയും ആ കല്ല് വലിയ പർവ്വതമായി മാറുകയും
ഭൂമി മുഴുവനും നിറയുന്ന അവൻ ദൈവത്തിന്റെ രാജ്യത്ത് ഇസ് എ ഗ്രേറ്റ്നെസ് ഓഫ് ദ കിങ്ഡം, മഹാരാജ്യം അവൻ സ്ഥാപിക്കും. അങ്ങനെ അവൻ ഈ കല്ലിനെ കുറിച്ച് നാം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കല്ലിനെ കുറിച്ച് വായിക്കുമ്പോഴാണ് ഞാൻ ആദ്യമേ മത്തായി സുവിശേഷം 21 വായിച്ചത്. അവിടെ നമുക്കറിയാം കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ആ ഉപമ താൻ പാട്ടത്തിന് കുറെ പേരെ കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പോയി. എന്നാൽ ഈ കുടിയാന്മാരുടെ കയ്യിൽ നിന്നും തനിക്ക് എന്നെ പ്രതിഫലം ലഭിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും അവര് കുടിയാന്മാരെടുത്ത് ചെന്നപ്പോൾ എന്ത് ചെയ്തു? അവന്റെ ദാസന്മാരെ എല്ലാം അവർ കൊന്നുകളഞ്ഞു, അവർ കല്ലെറിഞ്ഞു, അവർ നശിപ്പിച്ചു. ഒടുവിൽ ഈ കാര്യഗൃഹസ്ഥൻ തൻ ഉടമ ചെന്ന എന്റെ ഒരു മകനേ ഉള്ളൂ, അവനെ അയച്ചാൽ ഒരുപക്ഷെ അവൻ ലജ്ജിക്കും, അവനോടൊന്നും ചെയ്യുകയില്ല എന്ന് കരുതി. അവിടെ ആ ഉമ്മയിൽ പറയുന്നുണ്ട്, ഒടുവിൽ ആ മകനെ അയച്ചു. അവൻ എന്താണ് ചെയ്തത്? ഇതാ വരുന്നു, അവകാശി വരുന്നു, അവനെ നമുക്ക് നശിപ്പിക്കാം എന്ന് പറഞ്ഞ് കുടിയാന്മാർ അവനെ കൊന്നുകളഞ്ഞു. അത് നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്. അവരുടെ കുടിയാന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവരെന്താണ് ചെയ്തത്? അവനെ കൊന്നു, അവനെ തോട്ടത്തിൽ നിന്നും എറിഞ്ഞു കളഞ്ഞു. അതിനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ആ കല്ലിനെ കുറിച്ച് പറഞ്ഞത്. തള്ളിക്കളഞ്ഞ കല്ല് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. ഇസ്രായേലിലേക്ക് അവൻ രാജ്യം സ്ഥാപിക്കുവാനായിട്ട് വന്നു, യഹൂദന്മാരുടെ രാജാവായിട്ട് കർത്താവ് വന്നു. എന്നാൽ വീട് പണിയുന്നവരായ യഹൂദന്മാർ അത് അവനെ തള്ളിക്കളഞ്ഞു. എന്നാൽ അവൻ മൂലക്കല്ലായി തീർന്നു. അവൻ സഭ സ്ഥാപിച്ചു, ദൈവത്തിന്റെ പുതിയ പരിപാടി ആരംഭിച്ചു. അവൻ രാജ്യം സ്ഥാപിക്കുവാൻ വന്നവനാണ്, സഹസ്രാബ്ദം ആരംഭിക്കുവാൻ വന്നതാണ്. ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ, അതായിരുന്നു അവന്റെ സന്ദേശം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവരെന്താണ് ചെയ്തത്? അവർ അവനെ തള്ളിക്കളഞ്ഞു. ഇവനെ വേണ്ട ഞങ്ങൾക്ക്, ക്രൂശിക്ക എന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളഞ്ഞു. എന്നാൽ ദൈവം ഒരു പുതിയ പരിപാടി ആരംഭിച്ചു. ആ കല്ല് മൂലക്കല്ലായി തീർന്നു, സഭയുടെ മൂലക്കല്ലായി തീർന്നു. ഇതൊന്നാണ്. 2, അവിടെ പറയുന്നത്, നമുക്ക് മത്തായി സുവിശേഷത്തിലേക്ക് വീണ്ടും വരാം. അവിടെ പറയുന്നത് അവിടെ 42 മുതലാണ് നാം വായിച്ചത്. മത്തായി സുവിശേഷം 21 അധ്യായം. നമുക്ക് ഒന്നുകൂടി ഓടിച്ചിട്ട് പറയാൻ നോക്കാം. 21 അധ്യായം വായിക്കാം. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. 43 വാക്യം, നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് 43 വാക്യം വായിക്കാം. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിക്കുക, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വന്ന കർത്താവ്, സഹസ്രാബ്ദ വാഴ്ച സ്ഥാപിക്കുവാൻ വന്ന കർത്താവ് അവരോട് പറയാണ്, ദൈവരാജ്യം നിങ്ങളുടെ മയിൽ നിന്നെടുത്ത് അതിന് ഫലം നൽകുന്ന ജാതികൾക്ക് ഞാൻ. നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ശ്രദ്ധിക്കുക, അടുത്ത ഭാഗം 44 വാക്യം. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. അത് മതി. ആ കല്ലിന്മേൽ അവർ വീണു. ഇസ്രായേലിൽ നിന്ന് തകർന്നു പോകാനുള്ള കാരണം ആ കല്ലിന്മേൽ വീണത് കൊണ്ടാണ്. അവർക്ക് ഇടർച്ചക്കല്ലായി തീർന്നു. ഇസ്രായേലിനെ കർത്താവായ യേശു ക്രിസ്തു ഇടർച്ചക്കല്ലാണ്. അവർ യേശു എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല, ഇന്നും അതില്ല ഇഷ്ടം. അവർ യഥാർത്ഥത്തിൽ അവരുടെ മസിഹ അല്ല, അവരുടെ രാജാവല്ല എന്ന് ഇന്നും അവർ പറയുന്നു. ഈ ലോകം മുഴുവൻ കഴിഞ്ഞ 2000 വർഷമായിട്ട് ഇസ്രായേൽ കഷ്ടത അനുഭവിക്കുവാൻ കാരണം, ഇസ്രായേൽ വേദന അനുഭവിക്കുവാൻ കാരണം അവരുടെ മസിഹായെ അവർ തള്ളിക്കളഞ്ഞു. ആ കല്ലിന്മേൽ വീഴുന്നവനെല്ലാം തകർന്നു പോയി. ഇസ്രായേൽ തകരുവാനുള്ള കാരണം അതാണ്. എന്നാൽ ഈ കല്ല് കേവലം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല. അടുത്ത ഭാഗം വായിക്കുക, ആ ഭാഗത്തിന്റെ അടുത്ത ഭാഗം. ആ കല്ല് അത് ആരുടെ മേൽ എങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. അത് ധൂളിപ്പിക്കും. ഒരു ദിവസം നമ്മുടെ കർത്താവ് മഹത്വത്തിൽ വരുവാൻ പോകുകയാണ്. അവൻ ജാതികളെ അവൻ നശിപ്പിക്കും, അവൻ ജാതികളെ കൊന്നൊടുക്കും, അവന്റെ വായിൽ നിന്ന് വാൾ പുറപ്പെടും എന്ന് വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവൻ ജാതികളെ കൊല്ലും, അവന്റെ വായിൽ നിന്നുള്ള വാൾ മുഖാന്തരം. അത് ധൂളിപ്പിക്കും, പൊടിയായിത്തീരും. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക്. ഒന്ന്, സഭയോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, ജാതികളോടുള്ള ബന്ധത്തിൽ കല്ലിന്റെ കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ കല്ല് വലിയ പർവ്വതമായി തീരും. അവൻ തന്റെ രാജ്യം സ്ഥാപിക്കും. ആ രാജ്യം വരുവാൻ പോകുന്ന സഹസ്രാബ്ദ വാഴ്ചയാണ്. ഇതിന് അടിസ്ഥാനമായ ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ആഴ്ചയിൽ, വരുന്ന ക്ലാസ്സിൽ നമുക്ക് വിശദമായി ഈ വിഷയത്തെ കുറിച്ച് പഠിക്കാം. സഹസ്രാബ്ദ വാഴ്ചയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്,
എന്തൊക്കെ അനുഗ്രഹങ്ങളായിരിക്കും, കർത്താവ് എവിടെ നിന്നാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മുതലായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ദൈവരാജ്യവും സഭയുമായിട്ടുള്ള ബന്ധം എന്താണ്, സഹസ്രാബ്ദവും ഇതുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ നമുക്ക് കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രത്യേകം പഠിക്കാം. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് പഠിക്കാം. ഈ കാര്യങ്ങളിൽ ദൈവം ഇത്രത്തോളം സഹായിച്ചതിനായിട്ട് സ്തോത്രം. നമുക്ക് അവനെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.